കണ്ടുമേടിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. കണ്ണൂർ ലൊക്കേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കേരളത്തിൽ കണ്ണൂർ ലൊക്കേഷനിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ 2018 വരുന്ന 2.4 മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വെഹിക്കിളാണ്. അതും സിംഗിൾ ഓണർ, അതായത് ഫസ്റ്റ് ഓണറാണ് വണ്ടി ഓടിയേക്കുന്നത്. പിന്നെ ലോ കിലോമീറ്റർ ഉള്ളൂ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നിങ്ങൾക്ക് വണ്ടിയുടെ ബോഡി ക്വാളിറ്റി, അതായത് ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയിലേക്ക് തന്നെ വരാം. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ലോഗോ അതേപോലെ ബമ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. സ്റ്റോക്ക് കണ്ടീഷനാണ്, ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, കൺവേർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒറിജിനലാണ് വരുന്നത്. മെയിനായിട്ട് പറയേണ്ട സാധനം എന്ന് വെച്ചാൽ ബോണറ്റ് ഒറിജിനലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പണും കൂടെ ആക്കി കാണിക്കാം. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫെൻഡറിനോ കാര്യങ്ങൾക്കൊന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ്. ഇനി ജസ്റ്റ് നമുക്ക് ഗ്ലാസ്സിലെ കോഡിലേക്ക് നോക്കുന്ന സമയത്ത് കോഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം 2018 കോഡുകൾ തന്നെയാണ്, മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്വാർട്ടർ ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഓപ്പൺ ആക്കിയ സമയത്ത് നമുക്ക് ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ റബ്ബർ കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് അഴിച്ച് നോക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം റീചെക്ക് ചെയ്തിട്ടാണ് വണ്ടി നമ്മൾ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്ന് വെച്ചാൽ എല്ലാ വണ്ടികളും നമ്മൾ ട്രിപ്പിൾ ചെക്ക് ചെയ്തിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദൂരം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ നമ്മൾ വീട്ടിൽ വരുമ്പം അതേപോലെ നമുക്ക് കെയർ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം ഇതിൻ്റെ എൻജിൻ സ്കാനിങ് ഫുൾ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത ശേഷമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കാണോ വണ്ടി എടുക്കുന്നത് അവരുടെ പേരിലേക്കാണ് NOC എടുത്ത് തരുന്നത്. ഇനി നമുക്ക് വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ പെർഫെക്റ്റ് ആണ് ഇരിക്കുന്നത്, നല്ല ടൈറ്റിൽ തന്നെയാണ്, പെട്ടെന്ന് വലിച്ചാൽ കിട്ടില്ല. എന്ന് വെച്ചാൽ ഇതുവരെ അഴിക്കിലോ പിടിക്കലോ ഒന്നും ചെയ്തിട്ടില്ല, നീറ്റായിട്ട് തന്നെയാണുള്ളത്. പിന്നെ താഴത്തെ വശം അടക്കം നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ടയർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയേഴ്സാണ്. പിന്നെ ഇത് ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ ചെളിയിൽ ഓടിയതാണ്, പക്ഷേ വാഷിങ് ജസ്റ്റ് ഒരു വാഷേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ടയേഴ്സാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ 2.4 വീലാണ് വരുന്നത്. ജസ്റ്റ് നമുക്കിതിൻ്റെ ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഡിക്കി ഓപ്പൺ ആക്കുന്ന സമയത്ത് വർക്കിംഗ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. റബ്ബേഴ്സ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണെന്ന് വെച്ചാൽ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എല്ലാ സൈഡും, അതായത് വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ സൈഡും തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഡിക്കിയുടെ ഭാഗത്തെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. പിന്നെ ഡിക്കി അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് ജസ്റ്റ് വലിച്ചടയ്ക്കാറുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായി ലോക്കായി പോകും. എന്ന് വെച്ചാൽ സൗണ്ട് അടക്കം വരും. കാര്യം പറഞ്ഞില്ല, ഡിക്കി ഗ്ലാസും ഡിക്കി ഒറിജിനലാണ്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസോ ഡെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ് പാർട്ടി ഉപയോഗിച്ചേക്കുന്നത്. ഇനി എല്ലാ ഗ്ലാസും, അതായത് എല്ലാ സൈഡിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ടയേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു, റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ടയേഴ്സാണ്. നമ്മൾ വാഷ് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു വാഷേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്തും യാതൊരു തരത്തിലുള്ള ഡെൻറ്റോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഇനി നമുക്ക് ഡോറ് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഡോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഡോറുകൾ കാണാൻ പറ്റും, യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ ഡോർ പാഡ് കാര്യങ്ങളൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റായിട്ടാണ് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 7 സീറ്ററിലാണ് വണ്ടി വരുന്നത്. നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗം ഇരിക്കുന്നത്. സ്റ്റോക്ക് കണ്ടീഷനാണ്, 7 സീറ്ററിലാണ് വരുന്നത്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഇത്. പിന്നെ അതുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു വൃത്തി, അതായത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരാത്ത ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കളറും കൂടിയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ബോണറ്റ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം, എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റിന്ന്. അപ്പോൾ ഇനി ബോണറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി നോക്കാം. ഇനി ബോണറ്റ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പഞ്ചിങ് കാണാൻ സാധിക്കുന്നുണ്ട്. പഞ്ചിങ്ങിൽ എന്ന് വെച്ചാൽ ഞെക്കുന്ന സമയത്ത്, അതായത് ചില നമ്മൾ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ നോക്കുന്ന സമയത്ത് അങ്ങനത്തെ ഫീൽ ചെയ്യും. ഇത് ഒറിജിനലാണ്, ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഒരു ബമ്പറിനോ കാര്യങ്ങൾക്കൊന്നും പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് മൈലേജിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട്, അതായത് ഈ ഒരു വണ്ടി മൈലേജിൻ്റെ കാര്യത്തിൽ ടോപ്പാണ്. അതായത് ഒരു 7 സീറ്റർ നിങ്ങൾക്ക് ഒരു
നല്ലൊരു രീതിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതായത് ഈ എനിക്ക് മൈലേജ് ഉണ്ട് എന്ന് വെച്ചാൽ ചെറിയ പൈസയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി, അതാണ്. പിന്നെ വണ്ടി ഓൾമോസ്റ്റ് അതായത് ടോട്ടലി നല്ല അൺടച്ച്ഡ് വണ്ടിയാണ്. എന്ന് വെച്ചാൽ അവർ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെ വാഹനം ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇത് ഇപ്പം വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 13,95,000 രൂപയ്ക്ക് വിത്ത് NOCയിൽ ഈ കണ്ണൂർ ലൊക്കേഷനിൽ വന്ന് ഈ വാഹനം സ്വന്തമാക്കാൻ നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. റീസണബിൾ പ്രൈസാണ്. നിങ്ങൾക്ക് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മേടിച്ചു എന്ന് വെച്ചാൽ 2018 മോഡൽ. അപ്പോൾ ലോ കിലോമീറ്റർ, അതായത് 94,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. നെക്സ്റ്റ് ഇയർ വരെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നല്ലൊരു വാഹനം സ്വന്തമാക്കുക. വണ്ടി വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ലൊക്കേഷൻ ചെറുപുഴയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളൊന്ന് വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാട്സപ്പ് ത്രൂ അയച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ശുഭദിനം. ബൈ.